ഹേ ക്യൂഡീസ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഒരു ഹെയർ കെയർ വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഒച്ച നല്ല കുറവായിരിക്കും, ബിക്കോസ് പീപ്പിൾ ജഡ്ജ് മീ. ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. ഇറ്റ്സ് ജസ്റ്റ് എ ഹെയർ കെയർ വ്ളോഗ്. ഞാൻ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ തല വാഷ് ചെയ്യാറുള്ളൂ. പക്ഷെ വാഷ് ചെയ്യുന്ന ദിവസം നല്ലോണം കഴുകി വൃത്തിയാക്കി ഹെയർ മാസ്കും തേച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറ്. അപ്പോൾ വളവളടിക്കാണ്ട് ഞാൻ ഇതിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഓയിലെടുത്ത് വേറൊരു ബോട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആ ബോട്ടിലിൻ്റെ ക്യാപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് കോംബ് സ്ട്രക്ചറാണ് അതിനില്ലേ. അപ്പോൾ നമ്മൾ ഓയിലെല്ലാം വേഗം സ്കാൽപ്പിലോട്ട് നമുക്ക് ഉറ്റിക്കാൻ പറ്റും. അങ്ങനെ പിശുക്കി 2-3 ഉറ്റുകൾ ഉറ്റിച്ചിട്ട് ഞാനത് എൻ്റെ തലയിലോട്ട് ഉറ്റിക്കുന്നത് നിങ്ങൾക്ക് കാണും. അത് നെറ്റിൽ നിന്ന് മറിഞ്ഞ് സ്ലിപ്പായി വീഴുന്നത് മുന്നേ തന്നെ അതെടുത്ത് നമ്മൾ സ്കാൽപ്പിലോട്ട് നല്ലോണം ഉരസുക, മസാജ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മുടി 2ആയി ഭാവിച്ച് എണ്ണ തേച്ച് അതിനെ മുക്കിയെടുക്കും. എണ്ണ തേച്ചതിന് ശേഷം ഞാൻ ഒരു വുഡൻ വൈറ്റ് കോമ്പുണ്ട്, അത് വെച്ച് എൻ്റെ സ്കാൽപ്പ് ഒന്ന് നിർത്തി എന്ന് വെച്ച് വരയ്ക്കണം എന്നല്ല, ജസ്റ്റ് ഒന്ന് ജെൻറലായിട്ടും കുറച്ച് സ്ട്രോങ് ആയിട്ടും ഒന്ന് വരച്ചാൽ നമ്മളെ തലയിലെ ഡാൻഡ്രഫ് എല്ലാം ഇളകി വരും. ആക്ച്വലി കണ്ടാൽ തിരിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ആം കേർലി കം വേരി ഹെയർ ടൈപ്പ് ഗേൾ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഹെയർ മസാജർ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്ലാസ്റ്റിക് കോമ്പ് ടൈപ്പുള്ളത്. അത് വെച്ച് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. ആസ് യു ക്യാൻ സീ, ഞാൻ കുറച്ച് മുന്നേ എണ്ണയെല്ലാം തേച്ച് പറ്റിച്ച് പശുനക്കിയ വിധത്തിൽ ആക്കി ചെടയെല്ലാം കളഞ്ഞ് കെട്ടിവെച്ചു. ഞാൻ ചെടയെല്ലാം കളഞ്ഞ് കെട്ടി വെച്ചിട്ടല്ലേ, കാരണം ജസ്റ്റ് 2 മിനിറ്റ് തുറന്നിട്ട് പടി ചെട കിട്ടുന്ന മുടിയാണ് എൻ്റെ. നല്ല മനോഹരമായ മുടിയാണ്, നല്ല കാറ്റടിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മുടി പുറത്തിട്ടില്ല, അത്രക്കും ഞാൻ എണ്ണ തേച്ച് മുക്കിയെടുത്തിട്ടായുള്ളത്. പക്ഷേ എനിക്കറിയില്ല നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. എൻ്റെ അടുത്ത് മൈക്കില്ല ഗൈസ്, ദാരിദ്ര്യമാണ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വ്യൂസെല്ലാം കൂട്ട്, അപ്പോൾ പിന്നെ എനിക്ക് പൈസ കിട്ടുമല്ലോ. അത് വെച്ച് നമുക്ക് മേക്കെല്ലാം സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് കേർഡ് യൂസ് ചെയ്തിട്ട് ഹെയർ മാസ്ക് ചെയ്യാൻ, പ്രത്യേകിച്ച് ഹെയർ മാസ്ക് ഒന്നുമില്ല, കേർഡ് ജസ്റ്റ് ഒന്ന് തലയിൽ തേച്ച് പിടിപ്പിച്ച് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കൂടി പോയാൽ വെക്കും. കാരണം എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷനാണ് ഗൈസ്. ഒരു 5 മിനിറ്റ് മാത്രം തലയിൽ വെക്കുക, കാരണം നല്ല ഡാൻഡ്രഫ് ഉണ്ട് എൻ്റെ തലയിൽ. ഓക്കെ, ഹെയർ വാഷിന് തൊട്ട് മുന്നേ ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞ് ഞാൻ ഹെയർ വാഷിന് പോകും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഹെയർ വാഷ് ടൈമിലോട്ട് പോകാം. ടേട്ട് കഴിഞ്ഞ് ഞാൻ വീർപ്പിക്കുന്നില്ല, ടേട്ട് ബേബി. അപ്പോൾ വീണ്ടും സ്വാഗതം ഗൈസ്. അങ്ങനെ 40 മിനിറ്റ് എണ്ണ തേച്ച് വെച്ച് ഇനി നമ്മളെ അടുത്ത പരിപാടിയാണ് ഹെയർ മാസ്ക്. അപ്പോൾ ഏതോ 5 മിനിറ്റ് നമ്മൾ തേച്ചിട്ട് വരും. ധൈര്യം മറിഞ്ഞു. അപ്പോൾ നമുക്ക് തവള തേച്ചാലോ? ഇത് ഓവറല്ലേ? എന്നെ തന്നെയാണ് ഞാൻ കുറ്റം പറയുന്നത്. ഇങ്ങനെ മെല്ലെ തേക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് എന്നെ ബോറടിക്കും. അതുകൊണ്ട് ഞാൻ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ കേട്ടോ. നോട്ട് പോയിന്റ്. ഇത് എന്നെ പോലെ എവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡു ഇറ്റ് യുവർ ഓൺ റിസ്ക്. പിന്നെ വീട്ടുകാരെ ചീത്ത പറഞ്ഞിട്ട് എന്നെ പറയാൻ ഇത് കേട്ടോ. ഞാൻ യൂഷ്വലി ഡബിൾ ക്ലെൻസർ ചെയ്യാറ് വിത്ത് നേരത്തെ കാണിച്ച മസാജർ. നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഷാമ്പു തലയെ തേച്ച് ഇത് വെച്ച് ഞാൻ മസാജ് ചെയ്യും. അതാകുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലെ ഡസ്റ്റെല്ലാം പുറത്ത് വരും. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയങ്കരമായ കണ്ടീഷണർ, ഓൾ ടൈം ഫേവറേറ്റ്. പക്ഷേ ഞാനത് ഹെയറിൻ്റെ എൻഡ്സിൽ മാത്രമേ തേക്കാറുള്ളൂ. അത് 2, 5, 10 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയും. ഓപ്ഷണലായിട്ട് ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്യും. ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ മുടി നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവലുണ്ട്, വിത്ത് നല്ല ഗുഡ് ഫ്രേഗ്രൻസ്. പിന്നെ ഒരു തട്ടിക്കൂട്ട് കുളിയും കഴിഞ്ഞ് ഞാൻ ഇറങ്ങും. ഈ കണ്ടീഷണർ തേക്കുമ്പോൾ മാസ്ക് തേക്കുമ്പോൾ ഞാൻ എൻ്റെ ഹെയർ സ്ക്രഞ്ച് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കേൾസ് ഇടക്ക് മാത്രമായിട്ട് ഇതുപോലെ കുറച്ച് ഡിഫൈനായിട്ട് നിൽക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി കയറിഞ്ഞിരിക്കുന്നു. ഞാൻ വീണ്ടും വീർപ്പിക്കുന്നതുമായി വീണ്ടും വരും. ടാറ്റ ബൈ ബൈ. സോറി, ഇങ്ങനെയല്ല, ടാറ്റ ബൈ ബൈ.